ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ഒരു ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. പിന്നെ അഭിപ്രായങ്ങൾ നേരെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലീനിങ് വീഡിയോ ആണ്. അതിന് മുമ്പായിട്ടൊരു ഡിസ്ക്ലെയിമറായിട്ട് ഞാൻ പറയാം, ഇത് കാണുമ്പോൾ ചിലർക്കെങ്കിലും ചിലപ്പോൾ നെഗറ്റീവ് അടിക്കും, അയ്യേ അങ്ങനത്തെയൊക്കെ തോട്ട് വരും. നെഗറ്റീവ് പറഞ്ഞാലും അതിപ്പോൾ എനിക്ക് കേൾക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്, അതുകൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഇതിനിപ്പോൾ വലിയ തെറ്റൊന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്തായാലും ക്ലീനിങ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പല സാധനങ്ങളും എനിക്ക് എവിടെയാണ് എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന് പോലും കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഒന്ന് ക്ലിയർ ആക്കി വെക്കണം. അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറേ നേരം ആ ഒരു ടേബിളിൻ്റെ മുമ്പിൽ ചെന്നിട്ട് എവിടെ നിന്ന് തുടങ്ങുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഈ ഒരു ഓർഗനൈസറിൽ നിന്ന് തുടങ്ങാമെന്നുള്ളത്. ഓർഗനൈസറെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ടെപ്പോഴോ മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ്. നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. നല്ല സ്പേസും ഉണ്ട്, അതേപോലെ നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതിൽ നിന്നെല്ലാം ഇതേപോലെ പുറത്തോട്ട് എടുത്തിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് തോർത്ത് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തായിട്ട് കുറേ സാധനങ്ങളുണ്ട്, കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, കുറേ അല്ലാതെ ഞാൻ എംബ്രോയിഡറി ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്, ഇതേപോലെ കുറേ ഫാൻസി ഐറ്റം പോലെയുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതേപോലെ ഞാൻ പുറത്തോട്ട് എടുത്തിട്ട് ആ ഒരു ബോക്സൊക്കെ ഒന്ന് തുടച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇത് കൂടാതെ എൻ്റെ 3 വേറെ പെട്ടിയുണ്ട്. അതിൽ കുറേ ആക്രി സാധനങ്ങളും പിന്നെ എൻ്റെ റെസിൻ ആർട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേയൊക്കെ പൊടി പിടിച്ചിട്ട് ഇതേപോലെ കിടപ്പുണ്ട്. അതൊക്കെ ഞാൻ എടുത്തിട്ട് ഒന്ന് കഴുകാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ കുഞ്ഞു ഐറ്റംസൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ് ഇതൊന്നും മേടിച്ചിട്ട് ഞാൻ ഒരു ഐറ്റം പോലും ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഇതേപോലെ കുറേ അൽക്കുലത്ത് പെട്ടി, പിന്നെ കുഞ്ഞു ഇതേപോലത്തെ കുപ്പികൾ, പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. കുറേയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബാക്കി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ചധികം നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞത് ഇതേപോലെ വന്ന് നോക്കിയപ്പോഴത്തേക്കും കുറച്ചധികം പേപ്പറുകൾ ഇങ്ങനെ കുത്തിത്തിരിവി വെച്ചിരിക്കുന്ന രീതിയിൽ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് വേറെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അതിൽ എൻ്റെ കുറേ ജേണൽ സംഭവങ്ങൾ, പിന്നെ ഡ്രോയിങ് ബുക്ക്, പിന്നെ കുറേ A4 ഷീറ്റ്, അങ്ങനെ കുറച്ചധികം സാധനങ്ങളുണ്ട്. അതെല്ലാം കൂടി ഇതേപോലെ 2-3 ഫയലിലാക്കിയിട്ട് അതേ സ്ഥലത്ത് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് എൻ്റെ ഫോൺ ചെറുതായിട്ടൊന്ന് താഴെ പോയി പൊട്ടിയിട്ടുണ്ട്. പിന്നെ അത് വലിയ കാര്യമാക്കിയില്ല. ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എടുത്ത കുറേ സാധനങ്ങൾ ഇതേപോലെ കട്ടിലിൻ്റെ മുകളിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇനി പറക്കി ഒതുക്കിയാലാണ് ഈ ഒരു റൂം ഒന്ന് വൃത്തിയാക്കി കിട്ടത്തുള്ളൂ. ഇതൊക്കെ അതാത് സ്ഥലങ്ങളിലെടുത്ത് വെച്ചാലാണ് ബാക്കി പരിപാടി പറ്റുള്ളൂ. അതായത് ഇനിയിപ്പോൾ ഈ ഒരു കട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണം. അതും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കും. നമ്മൾ വാടക വീട്ടിൽ നിന്നൊക്കെ മാറി സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ച് മാറുമ്പോഴത്തേക്കും നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അനുഗ്രഹിച്ചാൽ അതൊക്കെ സമയമാകുമ്പോൾ തന്നെ നടക്കും. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ പോവാം. അപ്പോൾ എന്തായാലും ഏകദേശം ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു ക്ലീനിങ് വ്ലോഗ് പോലത്തെ ഒരു സംഭവമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ക്ലീനിങ് എല്ലാം ഇഷ്ടം. ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എപ്പോഴും നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് വീഡിയോ തന്നെ ഇട്ടാൽ അങ്ങനെ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.